കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കാണാതായ ബംഗളൂരു സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്കാണ് 4 സംഘത്തിലെ 2 പേർ തിരയിൽപ്പെട്ടത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടെയാണ് ഈ പയ്യാമ്പലത്ത് ഒരു കർണാടക സ്വദേശിയെ കടലിൽ വീണ് കാണാതായത്. സത്യത്തിൽ 2 പേർ ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ആണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് രാവിലെയും അതിന് സമാനമായ സംഭവം ഉണ്ടാവുകയും ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടും മറ്റും ആൾക്കാർ ഈ പയ്യാമ്പലത്തെത്തുന്ന ആൾക്കാർ കടലിൽ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് സന്തോഷ് കുമാർ എന്ന് പറയുന്ന കർണാടക സ്വദേശിയും അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഈ മൃതദേഹം കിട്ടിയോ? മൃതദേഹം ഇന്ന് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു 300 മീറ്റർ മാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫിഷറീസിൻ്റെ അവരെടുത്ത് അഴീക്കൽ കൊണ്ടുവന്ന് ഇപ്പോൾ ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഇത് എങ്ങനെയത് ഇവിടുന്ന് നമ്മൾ അകപ്പെട്ട ഇവിടുന്ന് കുറേ ദൂരെയാണോ കിട്ടിയത്? അല്ലല്ല, അപ്പോൾ സംഭവ സ്ഥലത്തുനിന്ന് ഒരു 200 മീറ്റർ പുറത്ത് ഒരു 300 മീറ്റർ വടക്കോട്ട് മാറിയിട്ട് കോസ്റ്റലിനെയും ഫിഷറീസിൻ്റെ ടീമാണ് ഇപ്പം സെർച്ച് നടത്തിയത്. അപകടത്തിൽ പറ്റിയാൽ മാത്രമേ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മൺസൂണായിട്ടും ആൾക്കാർ ഒരുപാട് പേർ ഇപ്പോഴും ഈ കടലിൽ കുളിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ഇതിപ്പം കൊട്ടിയൂർ സീസൺ ആയ സമയത്തെ ഇവിടെ പയ്യാമ്പലം ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം ഈ മഴക്കാലം തുടങ്ങിയതുപാടെ കടലും ഭയങ്കര റഫാണ്, കടൽ പ്രക്ഷുബ്ധമാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു കർണാടക ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവരോട് പിന്നെയും ആഴങ്ങളിലോട്ട് പോവുക. ഇന്നലെ കളക്ടറുടെ ഇത് പ്രകാരം കുളിക്കാൻ വേണ്ടി മാത്രം ഒരു ഏരിയ ആക്കി തിരിച്ചിട്ട് ബാക്കി റെഡ് സോൺ ആക്കിയിട്ട് വിടാനുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ പേപ്പറുകൾ DTPCയോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ സ്ട്രെങ്ത് കൂട്ടിത്തരാമെന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. റെഡ് സോൺ ആണെങ്കിൽ അതുകൊണ്ട് അപകടത്തിന് ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് ഫൈൻ അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു ഏരിയ മാത്രമായിട്ട് ചുരുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ അപകട സാധ്യത കൂടുകയും അപകടത്തിലേക്കുള്ള ആൾക്കാരുടെ പ്രവേശനം കൂടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അങ്ങനെ റെഡ് സോൺ ആക്കുകയാണെങ്കിൽ കുറേ കൂടി അപകടങ്ങൾ കുറക്കാനുള്ള സാഹചര്യമാകും ഒരുങ്ങുക.